മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയാണ് തത്സമയം. ഉപാധികളും ഉണ്ടാവരുത്, കലേതരമായ ഒരു വ്യവസ്ഥയും ഉണ്ടാവരുത്. ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് വലിയ നിർബന്ധം ഉള്ളതുകൊണ്ട് തന്നെയാണ് ചില പരാതികളുണ്ടായപ്പോൾ സ്ത്രീകളുടേത് മാത്രമായ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത്. ഇന്ത്യയിൽ ആകെ ഒരിടത്ത് മാത്രമേ ഇത്തരമൊരു നടപടി ഉണ്ടായിട്ടുള്ളൂ. അത് കേരളത്തിലാണ്. നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു മാതൃകയാണത്. ഈ മാതൃക പലയിടത്തും ഇനി സ്വീകരിക്കപ്പെടുമെന്നത് ഉറപ്പാണ്. സ്ത്രീകളുടെ തൊഴിലവകാശത്തിനും അഭിമാന സംരക്ഷണത്തിനും വേണ്ടി സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് കൈക്കൊള്ളുക തന്നെ ചെയ്യും. അവർക്ക് നിർഭയമായി കലാപരമായ കഴിവുകൾ തെളിയിക്കുവാൻ കഴിയുന്ന സുരക്ഷിതത്വമുള്ള വിധത്തിൽ കലാരംഗത്തെ ശുദ്ധീകരിച്ചെടുക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് സംസ്ഥാന സർക്കാർ എന്നറിയിക്കട്ടെ. ചലച്ചിത്ര രംഗത്തിൻ്റെ വികസനം മുന്നിൽ കണ്ടുകൊണ്ട് കാര്യമായ ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാർ നടത്തി വരുന്നത്. ഇതിൻ്റെ ഭാഗമായി നടന്നുവരുന്ന പ്രവർത്തനങ്ങൾ വിവിധ തലങ്ങളിലുള്ളതാണ്. ചിത്രാഞ്ജലി സ്റ്റുഡിയോ കോംപ്ലക്സിൻ്റെ വികസന പ്രവർത്തനം ആദ്യഘട്ടത്തിൽ 70 കോടി രൂപ അനുവദിച്ചു. 80 കോടി രൂപ ചെലവഴിച്ചുള്ള രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ വിശദ പദ്ധതി രൂപരേഖ തയ്യാറാക്കി വരികയാണ്. കായംകുളം, വൈക്കം, അളഗപ്പ നഗർ, പയ്യന്നൂർ എന്നിവിടങ്ങളിൽ പുതിയ തിയേറ്ററുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരുന്നു. വനിത, പട്ടികജാതി, പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെടുന്ന സംവിധായകർക്ക് സിനിമ നിർമ്മിക്കുന്നതിനുള്ള ധനസഹായവും നൽകി വരികയാണ്. പരമാവധി 1.5 കോടി രൂപയാണ് ഈ ഇനത്തിൽ അനുവദിക്കുക. വനിതാ സംവിധായകരുടെ 4 സിനിമകൾ ഇതിനകം റിലീസ് ചെയ്തിട്ടുണ്ട്. മറ്റ് ചില സിനിമകൾ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണ്. വനിതാ സംവിധായകർ കൂടുതലായി ഈ രംഗത്തേക്ക് കടന്നു വരണമെന്ന് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കട്ടെ. മാതൃകാപരമായ ഒരു ചലച്ചിത്രാന്തരീക്ഷം രൂപപ്പെടുന്നതിന് സംവിധായകരെന്ന നിലയിലുള്ള വനിതകളുടെ രംഗപ്രവേശം വലിയൊരളവിൽ പ്രയോജനപ്പെടും. ഇവയെല്ലാം തന്നെ ചലച്ചിത്ര രംഗത്തിന് ഗുണപരമായി തീരും. ഇവയിലെല്ലാം സിനിമാ രംഗത്തുള്ള എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ശ്രീകുമാരൻ തമ്പി അവാർഡ് നിറഞ്ഞ സന്തോഷത്തോടെ മോഹൻലാലിന് സമർപ്പിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. താങ്ക് യു സർ. ഇനി ഇന്നത്തെ പുരസ്കാര ജേതാവ് ശ്രീ മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിലെ ചില സവിശേഷ മുഹൂർത്തങ്ങളിലൂടെ നമുക്ക് ഒരു ലഘുചിത്രം കാണാം ലാലേട്ടനെ കുറിച്ച്.